ഹായ് എവരി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് പ്രഷറാണ് നേരിട്ടത്. മാർക്കറ്റ് കൂടുതൽ വീക്ക്നെസ്സിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. അപ്പോൾ ബിയേഴ്സിൻ്റെ ഒരു അപ്പർ ഹാൻഡ് അത് കൂടുതൽ വിസിബിളായിട്ട് അനുഭവപ്പെട്ടത് ഇന്നാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ തുടങ്ങി 24,265 എന്ന ലോ ലെവലിലേക്ക് പോയതിനു ശേഷം അവസാന നിമിഷങ്ങളിൽ ശക്തമായൊരു കുതിപ്പാണ് മാർക്കറ്റ് കണ്ടത്. അപ്പോൾ അവസാനം 3 മണി വരെ 400-ന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്ന നിഫ്റ്റി ആ ഓപ്ഷൻ സെഷനിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ 24,436 ലെവലുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അവസാന നിമിഷം നടന്ന ആ ഒരു തിരിച്ചുവരവ് അത് പ്രതീക്ഷ നൽകുന്ന ഒരു നോട്ടിലാണ് മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഗ്ലോബൽ ക്യൂസ് വളരെ മോശമാണ്. തുടർച്ചയായ സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ-US സംഘർഷത്തിൻ്റെ പൂർണ്ണമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സാങ്ഷൻസും ആക്രമണങ്ങളും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാതെയും അതുപോലെ അവരുടെ ഫ്രീസ് ചെയ്ത ഫണ്ടുകൾ വിട്ടു നൽകാതെയും ഹോർമസ് സ്ട്രെയിറ്റ് തുറന്നു നൽകില്ലെന്ന് ഇറാൻ വാശി പിടിക്കുകയാണ്. ഇതുകൂടാതെ അമേരിക്ക അവരുടെ നാവൽ ബ്ലോക്കേഡ് കൂടുതൽ ശക്തമാക്കുകയുമാണ്. അപ്പോൾ തുടർ ആക്രമണങ്ങൾ ഭയന്നുകൊണ്ട് ഷിപ്പുകൾ മാറി സഞ്ചരിക്കുന്നതിനാൽ ഈ ഒരു സ്ട്രെയിറ്റിലൂടെയുള്ള ഷിപ്പ് മൂവ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ സപ്ലൈയിലുള്ള ഈ ഒരു റിസ്ക് തുടരുന്നതിനാൽ ഇന്നലെ ക്രൂഡ് ഓയിൽ പ്രൈസ് $90 മുകളിലേക്ക് പോയിരുന്നു. ഇപ്പോൾ 88 ലെവൽ എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ $90 എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുകയാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് അത് കൂടുതൽ വീക്ക്നെസ്സിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ ധാരാളം തിരിച്ചടികൾ നേരിട്ടപ്പോഴും നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് 2% ഉയർന്ന് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഒഴിച്ച് ബാക്കി 11 സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, മഹാരാഷ്ട്ര ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയൊക്കെ 1% മുതൽ 4% വരെയുള്ള ഒരു റേഞ്ചിൽ മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അപ്പോൾ അവിടെ കൂടുതൽ വാല്യുവേഷൻ കംഫർട്ടായിട്ടുള്ള ഈ PSU ബാങ്ക് സെഗ്മെൻറ്റിലേക്ക് ഒരു ഫണ്ട് ഷിഫ്റ്റ് നടക്കുന്നതായിട്ട് കാണും. അവിടെ ഒരു സെക്ടർ റൊട്ടേഷനാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാരണം IT സെഗ്മെൻറ്റിൽ നിന്നും FMCGയിൽ നിന്നൊക്കെ പണം പിൻവലിച്ചുകൊണ്ട് ഈ ഒരു സെക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ സെൻട്രൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് പുറത്തുവിട്ട ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നതായിട്ട് കാണാം. ഇപ്പോൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 4.45% ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ജൂൺ മാസത്തിലെ 4.38%-നേക്കാൾ കൂടുതലായിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫുഡ് ഇൻഫ്ലേഷനാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ജൂൺ മാസത്തിൽ അത് 5.32 ആയിരുന്നെങ്കിൽ ജൂലൈ മാസം അത് 5.52 ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. റൂറൽ മേഖലയിലാണ് കൂടുതലായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുള്ളത് 4.84, അർബൻ മേഖലയിൽ 3.96 ആണ്. അപ്പോൾ പ്രധാനമായിട്ടും കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടമാണ് ഇൻഫ്ലേഷൻ ഉയരാൻ കാരണമായിട്ടുള്ളത്. ഇത് കൂടാതെ ലോജിസ്റ്റിക്കിന് ആവശ്യമായിട്ടുള്ള ആ ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് വർദ്ധിച്ചതും ഏകദേശം 7.77% ആയിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉയർന്നിരിക്കുന്നത്. അതും ഈ ഇൻഫ്ലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിട്ടുള്ള 4% എന്ന ആ ഒരു ഇൻഫ്ലേഷൻ നിലനിർത്തുക എന്ന ഒരു പരിധി ഇത് 2ാമത്തെ മാസം തുടർച്ചയായിട്ട് ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് വായ്പകളുടെ റെപ്പോ റേറ്റ് കുറക്കാൻ RBI പെട്ടെന്ന് തിടുക്കം കാണിക്കില്ല. അപ്പോൾ വരാനിരിക്കുന്ന മോണിറ്ററി പോളിസി മീറ്റിങ്ങുകളിലും ഇൻട്രസ്റ്റ് റേറ്റ് നിലവിലുള്ളതുപോലെ തന്നെ തുടരാനാണ് സാധ്യത. അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു കാര്യമല്ല. ഫുഡ് ആൻഡ് ഫ്യൂവൽ മേഖലകളിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള കോർ ഇൻഫ്ലേഷൻ ഇപ്പോഴും നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ആകെ പടർന്നു പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് ആ കോർ ഇൻഫ്ലേഷൻ ഡാറ്റയിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ നിലവിലിപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവും അതുപോലെ തന്നെ ഈ മൺസൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺസർട്ടനിറ്റിയും അടുത്ത ക്വാർട്ടറിലും ഇൻഫ്ലേഷൻ ഉയരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റ് അവറിൽ വളരെയധികം ഷോക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ടാറ്റ സൺസിൻ്റെ ചെയർമാനായിട്ടുള്ള N. ചന്ദ്രശേഖരൻ തൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ സ്ഥാനത്തുണ്ടാവില്ലെന്നും റിസൈൻ ചെയ്യുകയുമാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ടാറ്റ ട്രസ്റ്റും അതേപോലെ തന്നെ രത്തൻ ടാറ്റ ട്രസ്റ്റും ചന്ദ്രശേഖരൻ്റെ കാലാവധി 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ യുനാനിമസ്ലി റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ വർഷം നടന്ന ടാറ്റ സൺസിൻ്റെ ബോർഡ് യോഗത്തിൽ ഇത് പരിഗണനയ്ക്ക് വന്നെങ്കിലും ഒരു ബോർഡ് അംഗം ഇതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അത് നോയൽ ടാറ്റയാണ്. അദ്ദേഹം ഈ നീക്കത്തെ പിന്തുണച്ചില്ല. അപ്പോൾ ടാറ്റ സൺസിൽ പൊതുവേ യുനാനിമസ് ആയിട്ടുള്ള സപ്പോർട്ടിലൂടെയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളാറുള്ളത്. അപ്പോൾ സർവ്വസമ്മതി ഇല്ലാത്ത സാഹചര്യത്തിൽ ചന്ദ്രശേഖരൻ ഈ പൊസിഷനിൽ തുടരാൻ താല്പര്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ റിസൈനേഷനിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ 6 മാസങ്ങൾ കഴിഞ്ഞിട്ടും നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി തുടരുകയും ബോർഡിൽ ധാരണയാകാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് 2027 ഫെബ്രുവരി 20 ശേഷമുള്ള അടുത്ത
കാലയളവിലേക്ക് താനില്ലെന്ന് അദ്ദേഹം ബോർഡിനെ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പിന്റെ ഒരു ഭാവി വികസന പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ട് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ പുതിയ ചെയർമാനെ അവകാശിയെ കണ്ടെത്താനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുണ്ട്. എൻ ചന്ദ്രശേഖരന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വിടവാങ്ങൽ പ്രഖ്യാപനം ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളെ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഇൻഡെക്സിലുള്ള 10-8 സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് നടത്തിയായിട്ട് കാണാം. അതിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയുള്ളത് TCS ആണ്. നിഫ്റ്റിയിലെ ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്ക് എന്നുള്ള നിലക്ക് TCSന്റെ ഫോള് നിഫ്റ്റിയെയും താഴത്തേക്ക് വലിച്ചു. കൂടാതെ നിഫ്റ്റിയിലുള്ള മറ്റ് ടാറ്റ കൺസ്യൂമർ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, ടാറ്റ സ്റ്റീൽ, ടൈറ്റൻ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ എൻ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് 1987 ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമറായിട്ട് ഒരു സാധാരണ എംപ്ലോയി ആയിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിൽ കഴിഞ്ഞ 39 വർഷങ്ങളിലേറെ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. 2009 ഒക്ടോബറിൽ അദ്ദേഹം TCSന്റെ CEO ആയിട്ട് ചുമതലയേൽക്കുകയാണ്. 2017 ഫെബ്രുവരിയിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ടാറ്റ സൺസിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. അപ്പോൾ ടാറ്റ സൺസിന്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ പാർസി അല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എൻ ചന്ദ്രശേഖരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ TCSന്റെ വരുമാനം വൻതോതിൽ വർദ്ധിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ഒരു കമ്പനിയായും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടും TCS മാറിയിരുന്നു. ഇപ്പോൾ സൈറസ് മേസ്ത്രിയുമായുള്ള തർക്കങ്ങൾക്ക് ശേഷം ഗ്രൂപ്പിന് ശക്തമായ നേതൃത്വം നൽകാൻ രത്തൻ ടാറ്റ ഉൾപ്പെടെയുള്ളവർ ഈ ചന്ദ്രശേഖരനെ ടാറ്റ സൺസിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പിലുള്ള അനേകം കമ്പനികളെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കുകയും പരസ്പരം മത്സരിച്ചിരുന്ന സമാന വ്യവസായങ്ങളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കൺസ്യൂമർ ഉൽപ്പന്ന കമ്പനികളെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന രീതിയിൽ ഏകീകരിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള വരുമാനത്തിലും ലാഭത്തിലും വൻ വളർച്ചയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി തുടങ്ങിയ കമ്പനികളിലൊക്കെ വമ്പിച്ച ഒരു ഫിനാൻഷ്യൽ റിക്കവറി നടന്നതായിട്ട് കാണാം. കൂടാതെ പുതിയ ടെക്നോളജിക്കൽ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്, സെമി കണ്ടക്ടർ പ്ലാന്റുകൾ എന്നിവയിലേക്ക് ഗ്രൂപ്പിനെ ഡയറക്റ്റ് ചെയ്യുന്നതിലും ഇദ്ദേഹം വിജയിച്ചിരുന്നു. അതുപോലെ ടാറ്റ മോട്ടോഴ്സിനെ ഇന്ത്യയിലെ EV മാർക്കറ്റിൽ 1-ാം നമ്പർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലും അതുപോലെ ബാറ്ററി ഗിഗാ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമാണ് എൻ ചന്ദ്രശേഖരൻ. കൂടാതെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഒരു നീക്കത്തിലൂടെ എയർ ഇന്ത്യയെ തിരികെ ടാറ്റ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ്. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഇടക്കാലത്ത് ടെലികോം വ്യവസായത്തിൽ നേരിട്ട ഭീമമായ നഷ്ടങ്ങളും നിയമപ്രശ്നങ്ങളും പരിഹരിച്ചതും ടാറ്റ സ്റ്റീലിൻ്റെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒക്കെ കുറച്ചതും ഇദ്ദേഹത്തിൻ്റെ ഒരു എഫിഷ്യൻസിയുടെ ഒരു തെളിവായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ വ്യവസായ രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കും ഇന്ത്യ ഗവൺമെൻറ് ഇദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. കൂടാതെ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആദരങ്ങളും ഇദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ്റെ രാജി ഉണ്ടാക്കിയ ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പേ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായിട്ടുള്ള സുധീർ സിതാപതിയും തൻ്റെ സ്ഥാനം രാജിവെച്ചതായിട്ട് റിപ്പോർട്ടുകൾ കാണാം. അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകാൻ ഷെയർ ഹോൾഡേഴ്സ് അംഗീകാരം നൽകി ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു അപ്രതീക്ഷിതമായ രാജി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഷെയർ പ്രൈസ് 10% ഇടിഞ്ഞിട്ട് അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് പോയതായിട്ട് കാണാം. കൂടാതെ പ്രമുഖ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് സ്ഥാപനമായ HSBC ഈ സ്റ്റോക്കിന് ബൈ റേറ്റിംഗിൽ നിന്നും ഹോൾഡായിട്ട് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നേതൃത്വ മാറ്റം മൂലം കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചില അൺസർട്ടനിറ്റിയും അതുപോലെ എക്സിക്യൂഷൻ ഹഡിൽസും ഉണ്ടായേക്കുമെന്നാണ് HSBC ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ Q1 കമ്പനിയുടെ റവന്യൂ 18% വർദ്ധിച്ചിരുന്നു, ലാഭവും 12% വർദ്ധിച്ചിട്ട് മോശമല്ലാത്ത നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു രാജി കാണുന്നത്. അപ്പോൾ ഈ സുധീർ സിതാപതിക്ക് പകരം കമ്പനിയുടെ ഗ്ലോബൽ CFO ആയിരുന്ന ആസിഫ് മൽബാരിയെയാണ് പുതിയ MD CEO ആയിട്ട് നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പ് ടാറ്റ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള മൽബാരി ഗോദ്രേജിൻ്റെ ആഫ്രിക്കൻ ബിസിനസ് പുനരുദ്ധരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. പുതിയ CFO ചുമതല ഏൽക്കുന്നത് വരെ വിശാൽ KD ആയിരിക്കും ഇടക്കാല CFO ആയിട്ട് ചുമതലയേൽക്കുക. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം ഷോക്കിംഗ് ന്യൂസുകൾക്കിടയിലും ഇന്ത്യയുടെ എക്കണോമിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നതായിട്ട് കാണാം. അത് ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് BBB- എന്ന ഒരു സ്റ്റാബിൾ ആയിട്ടുള്ള ആ ഒരു റേറ്റിംഗ് ഫിച്ച് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഏജൻസി നിലനിർത്തി എന്ന വാർത്തയാണത്. ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.4% കൈവരിക്കുമെന്ന് ഫിച്ച് പ്രവചിക്കുന്നു. ഇപ്പോൾ ശക്തമായ സാമ്പത്തിക വളർച്ച, മെച്ചപ്പെട്ട ബാങ്കിങ് റിസർവ്, അതുപോലെ സ്ഥിരമായിട്ടുള്ള മാക്രോ എക്കണോമിക് അന്തരീക്ഷം എന്നിവ ഇന്ത്യയുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അവിടെ ചില വെല്ലുവിളികളുണ്ട്. അതൊന്ന് ഇന്ത്യയുടെ ഗവൺമെൻറ് ഡെറ്റാണ്. അതുകൂടാതെ ഫിസ്ക്കൽ ഡെഫിസിറ്റും എംപ്ലോയ്മെൻറ്റ് രംഗത്തുള്ള ആശങ്കകളും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും
ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിലാണ് തുടരുന്നത് എന്നുള്ളത് നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക കമ്മി നിയന്ത്രിച്ചാൽ മാത്രമേ ഈ ഒരു റേറ്റിംഗിൽ നിന്നും ഇന്ത്യക്കും കൂടുതൽ ഉയരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫിച്ച് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളിൽ ഒന്നാണ് ഫിച്ച്. ഇതുകൂടാതെ S&P അതുപോലെ മൂഡീസ് എന്നിവയാണ് മറ്റ് 2 പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസികൾ. അപ്പോൾ വിവിധ രാജ്യങ്ങളുടെ ബാങ്കുകളുടെ വലിയ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയും കടം തിരിച്ചടക്കാനുള്ള ശേഷിയും വിലയിരുത്തി അവർക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് നൽകുന്ന കമ്പനികളാണ് ഫിച്ച്. അപ്പോൾ ഒരു വ്യക്തികൾക്ക് സിബിൽ സ്കോർ നൽകുന്നത് പോലെ ഓരോ രാജ്യത്തിനും കൊടുക്കുന്ന സ്കോറാണിത്. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് ഒരു രാജ്യത്തിൻ്റെ കമ്പനികളിൽ പണം നിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റേറ്റിംഗ് ആണ് അവരൊരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഈ ഫിച്ചിൻ്റെ ഒരു റേറ്റിംഗിൻ്റെ രീതി 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ കുറഞ്ഞ സാമ്പത്തിക റിസ്ക്കുള്ള രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമാണ് ഈ ഗ്രേഡ് നൽകുക. ഇപ്പോൾ AAA, AA+, AA- എന്നിങ്ങനെയുള്ളത് ഉയർന്ന സാമ്പത്തിക ഭദ്രത സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ A+, A- എന്ന് പറയുന്നത് മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളാണ്. അതുപോലെ BBB+, ഇത് ആവശ്യത്തിനുള്ള സുരക്ഷിതത്വമുള്ള രാജ്യങ്ങളാണ്. ഈ ഒരു ഗ്രേഡിലാണ് ഇന്ത്യ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാൽ അവിടെ നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള രാജ്യങ്ങളിൽ വേറെ റേറ്റിംഗ് ആണ് ഇവർ കൊടുക്കാറുള്ളത്. ഏതായാലും ഇന്ത്യ ആ ഒരു റേറ്റിംഗിലല്ല വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഓപ്ഷൻ മാർക്കറ്റുകളുടെ ഡാറ്റകൾ പരിശോധിച്ചുകൊണ്ട് നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ നിൽക്കുന്നത് 0.75 എന്ന ലെവലാണ്. അപ്പോൾ ഇത് മാർക്കറ്റ് ഒരു ബിയറിഷ് മൂഡിലാണെന്നും കടുത്ത കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 0.7 എന്ന ലെവലിലേക്ക് താഴുമ്പോൾ അത് ഓവർ സോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു താഴ്ച ഉണ്ടായാൽ പോലും താഴ്ന്ന ലെവലുകളിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലിയുടെ സാധ്യത എപ്പോഴും ഉണ്ട്. അതുപോലെ 24,500 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതലുള്ള കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്. ഇതിനർത്ഥം ട്രേഡേഴ്സ് 24,500 മുകളിലോട്ട് നിഫ്റ്റി കടക്കാൻ സാധ്യത കുറവാണെന്നാണ് കരുതുന്നത്. ഇപ്പോൾ വരും സെഷനുകളിൽ 24,500 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശക്തമായ സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്നത് 24,000, 24,300 ലെവലുകളാണ്. ഇപ്പോൾ ഏറ്റവും ഉയർന്ന പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 24,000-ലാണ്. അപ്പോൾ അതാണ് ഒരു സ്ട്രോങ് ബേസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഡാറ്റകൾ അനുസരിച്ചിട്ട് നമുക്ക് കാണുന്നത് 24,300, 24,500 ലെവലുകളിൽ കൺസോൾഡേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ്. ഏതായാലും ഗ്ലോബൽ ക്യൂസ് മെച്ചപ്പെടാതെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ശക്തമായൊരു തിരിച്ചുവരവ് ഷോർട്ട് ടേമിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.